സിറിയയുടെ രാജാവായ അന്ത്യോക്കസ് എപ്പിഫാനസിന്റെ ശക്തി ജെറൂസലേം അറിഞ്ഞു കഴിഞ്ഞു. ഇനി ഞാനാണ് ദൈവം, ഞാൻ പറയുന്നതാണ് നിയമം. ഒളിച്ചൊന്ന് നോക്ക്. ജെറൂസലേം ദേവാലയത്തിൽ സ്ഥാപിക്കപ്പെട്ട റോമിന്റെ ദേവനായ ജൂപ്പിറ്റർ ഈ എപ്പിഫാനസിന്റെ മുഖച്ഛായ. യഹൂദ പരിശകളെ കേൾക്കുക. ഗ്രീക്ക് സംസ്കാരത്തെ സ്വീകരിക്കാനും സർവസംഹാരിയായ ജൂപ്പിറ്റർ ദേവനെ ആരാധിക്കാനും ഇനിയും തയ്യാറാകാത്തവർക്കുള്ള ശിക്ഷ കണ്ടുകൊള്ളുക. ദേവനർപ്പിച്ച പന്നിമാംസം ഭക്ഷിക്കാത്തവർക്ക് ഇനി ഒരിക്കലും ഭക്ഷിക്കാൻ ഇടവരില്ല. പാത്തും പേടിച്ചുള്ള ഈ ജീവിതം എത്ര നാൾ തുടരുമോ? ഓരോ കാലഘട്ടത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. വന്യവയോധികനായ അങ്ങയോടൊപ്പം ആയിരിക്കുന്ന നിമിഷങ്ങൾ മാത്രമാണ് ഞങ്ങൾക്ക് ആശ്വാസം. അന്ത്യോക്കസിന്റെ ശക്തിക്കും സൈന്യബലത്തിന്റെ മുൻപിൽ ഈ യഹൂദ ജനത നാമാവശേഷമാകാതിരിക്കാൻ നമുക്കാശ്രയം നമ്മുടെ യഹോവ മാത്രം. എല്ലാം കാണുന്ന യഹോവ എല്ലാത്തിനും ഒരു അറുതി വരുത്തുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. കേൾക്കുന്ന വാർത്തകളൊക്കെ ഉള്ളിൽ ഭീതി പടർത്തുന്നു. നമ്മുടെ നഗരങ്ങളൊക്കെ ആ അന്ത്യോക്കസും സൈന്യവും പിടിച്ചടക്കി. നമ്മുടെ യുവാക്കളും വൃദ്ധരും വധിക്കപ്പെട്ടു. ബാലകരും സ്ത്രീകളും കുട്ടികളും വാളിനിരയായി. പരിശുദ്ധമായ ജെറുസലേം പ്രവേശിച്ചു. മേച്ഛകരമായി പ്രവർത്തിച്ചു. നിഷിദ്ധമായ ബലിവസ്തുക്കൾ കൊണ്ട് ബലിപീഠം നിറച്ചു. സാപത്തും പരമ്പരാഗതമായ ഉത്സവദിനങ്ങളും ആചരിക്കാനോ യഹൂദരെന്ന് പരസ്യമായി പറയാൻ പോലുമോ ആർക്കും കഴിയാതെ സ്വാതന്ത്ര്യത്തോടെ കർത്താവിനെ ബലിയർപ്പിക്കാൻ, അവിടുത്തെ ആരാധിക്കുവാൻ എത്ര നാൾ കാത്തിരിക്കേണ്ടി വരുമോ? ജെറുസലേം ദേവാലയത്തിൽ സ്ഥാപിക്കപ്പെട്ട ജൂപ്പിറ്റർ ദേവനെ ആരാധിക്കണമെന്നും ദേവൻ അർപ്പിക്കപ്പെട്ട പന്നിമാംസം നമ്മൾ കഴിക്കണമെന്നുമാണ് അയാളുടെ ഉത്തരവ്. പാടില്ല. ജീവൻ വെടിയേണ്ടിരുന്നാലും നമ്മുടെ വിശ്വാസം തിരിച്ചുകൊണ്ടൊന്നും ചെയ്യാൻ പാടില്ല. യഹോവേ, ഈ അതിക്രമങ്ങൾക്ക് എന്താണ് അന്ത്യമുണ്ടാവുക? നിന്റെ ദിനം ദുരിതങ്ങളുടെ ആഴങ്ങളിലേക്ക് നിവധിക്കുന്നു. സാപത്തുകൾ അശുദ്ധമാക്കപ്പെടുന്നു. നിന്റെ മക്കൾ കരിങ്കൊല ചെയ്യപ്പെടുന്നു. വയ്യ, ഇനി ഇത് ശ്രമിക്കാൻ വയ്യ. നാം ഒറ്റക്കെട്ടായി ഈ അനീതി എതിർക്കണം. സർവശക്തിയോടും കൂടെ അന്ത്യോക്യസിന്റെ കൊലയാളി പട്ടാളത്തിനെതിരെ നമ്മൾ പോരാടണം. വിപ്ലവകാരികളുടെ രഹസ്യ സമ്മേളനം, രാജാവിനെതിരെ ഗൂഢാലോചന, തൂക്കിലേറ്റാൻ ഇനി കാരണമന്വേഷിക്കേണ്ട. സാപത്താചരണത്തിന്റെ പേരിൽ രഹസ്യയോഗം ചേർന്നവന്മാരുടെ ശവക്കൂനകളിൽ നിന്നും ഇപ്പോഴും പുക വീഴുന്നത് നീയൊന്നും കണ്ടുകാണില്ല. മര്യാദയ്ക്ക് പറയുകയാണ്, രാജകൽപ്പനെ അനുസരിക്കുക. ദൈവമർപ്പിച്ച പന്നിമാംസമാണ്, ഭക്ഷിക്കുക. ഇല്ലെങ്കിൽ നീയൊക്കെ മരിക്കും. യവന ക്രൂരതയ്ക്ക് മുമ്പിൽ യഹൂദ വിശ്വാസം അടിയറവ് വെക്കുമെന്നത് നിങ്ങളുടെ വ്യാമോഹം മാത്രം. വിശുദ്ധമായ ഞങ്ങളുടെ പാരമ്പര്യങ്ങളെ ഞങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കില്ല. മരിക്കേണ്ടി വന്നാലും യഹോവയുടെ ഇഷ്ടത്തിനെതിരായി ഒന്നും ചെയ്യില്ല. ഹേ യഹൂദ കീഴമേ, നിന്റെ നാവിന് മൂർച്ച കൂടുതലാണ്. അതുകൊണ്ട് നീ ഇനി സംസാരിക്കാൻ പാടില്ല. മുറിച്ചു മാറ്റുക എന്റെ നാവ്. യഹോവേ, നിന്റെ ജനത്തിന്റെ കഷ്ടത നീ കാണുന്നില്ലേ? ഇനിയും എത്ര നാൾ ഈ ദുരിതങ്ങൾ അനുഭവിക്കണം? നിന്റെ മക്കൾ മതഭ്രാന്തന്മാരുടെ പീഡനങ്ങൾക്ക് തളരുന്നു. ഈ അധർമ്മികളുടെ അന്വേഷണങ്ങൾക്ക് എന്താണ് അറിഞ്ഞു വരിക? താനായിരിക്കും ഇവരുടെ നേതാവ്.
താൻ തന്നെ കാണിച്ചു കൊടുക്കുക. ബലിയർപ്പിക്കപ്പെട്ട ഈ പന്നി മാംസം എങ്ങനെയാണ് ഭക്ഷിക്കേണ്ടതെന്ന്. അപമാനിതനായി ജീവിക്കുന്നതിനേക്കാൾ അഭിമാനത്തോടെ മരിക്കുന്നതാണ് യഹൂദ പാരമ്പര്യം. നിങ്ങൾ എന്നെ കൊന്നാൽ ഈ അശുദ്ധ വസ്തു ഞാൻ ഭക്ഷിക്കില്ല. കുറെ നാളുകളായി തന്നെ പരിചയമുള്ളതെന്ന് പറയുക. രാജകൽപ്പന അനുസരിച്ച് ദേവതർപ്പിച്ച് ഈ ബലിവസ്തു ഭക്ഷിക്കുക. ഇയാളെ കൊണ്ട് ഇത് തീറ്റിക്കേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. നിങ്ങൾ പോയിക്കൊള്ളുക. നിങ്ങളുടെ പ്രായവും കുലീനത്വവും മാനിച്ചു പറയുകയാണ്. നിങ്ങൾക്ക് ഭക്ഷിക്കാൻ അനുവാദമുള്ള മാംസം നിങ്ങൾ ഭക്ഷിച്ചു. രാജാവിനോട് നിങ്ങൾ പന്നി മാംസം ഭക്ഷിച്ചതായി നിങ്ങൾ പറഞ്ഞുകൊള്ളു. അങ്ങനെ നിങ്ങൾക്ക് രാജാവിന്റെ കരുണയും മരണത്തിൽ നിന്നും രക്ഷപ്പെടാം. ഗ്രഹങ്ങൾക്ക് പ്രതിഷ്ഠിക്കപ്പെട്ട ഈ മാംസം കഴിച്ചുവെന്ന വ്യാജേന ഞാൻ മരണത്തിൽ നിന്നും രക്ഷപ്പെട്ടേക്കാം. പക്ഷേ അങ്ങനെ ചെയ്താൽ എന്റെ വാർദ്ധക്യത്തിന്റെ അന്തസ്സിനും ഇതുവരെ നയിച്ച ഉത്തമ ജീവിതത്തിനും വിശുദ്ധവും ദൈവത്വവുമായ ദൈവത്തിനും അതെതിരാണെന്ന് ഞാൻ കരുതുന്നു. നിങ്ങളെ പണ്ട് മുതലേ എനിക്കറിയാമെന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് നിങ്ങൾ കഴിക്കാറുള്ള മാംസം കഴിക്കാൻ ആവശ്യപ്പെട്ടത്. ഇത് കഴിച്ചെങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്കുക. ഇല്ലെങ്കിൽ പാതാളത്തിലേക്കായിരിക്കും നിങ്ങളെ യാത്ര. ആക്രോശങ്ങൾക്കും ഭീഷണികൾക്കും മുമ്പിൽ സ്വന്തം വിശ്വാസത്തെ തള്ളിപ്പറയുന്നവനാണ് ഞാനെന്ന് കരുതിയാൽ നിനക്ക് തെറ്റി. ആഹാരത്തിലേക്ക് നീ എന്നെ വലിച്ചെറിഞ്ഞാലും ഞാനത് ചെയ്യില്ല. എങ്കിൽ നിങ്ങളുടെ മക്കളെയും കുടുംബത്തെയും കുറിച്ച് ചിന്തിക്കുക. ഞാൻ പറയുന്നത് പോലെ അനുസരിച്ചാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം. എന്റെ പൂർവികരുടെ നിയമങ്ങളെ ഞാൻ ഒറ്റുകൊടുക്കുകയില്ല. മരണത്തിൽ നിന്നും ഒരു ചെറിയ ആശ്വാസം നേടുന്നതിനായി ഞാൻ അഭിനയിക്കുന്നത് യഹോവയോടുള്ള വഞ്ചനയാണ്. ആ പീഡനയന്ത്രത്തിൽ തീരുമാനമുള്ളതായി കിളവന്റെ ജീവിതം. ഒരു പരിചയത്തിന്റെ പേരിൽ രക്ഷപ്പെടുത്താമെന്ന് വിചാരിച്ചപ്പോൾ അയാൾ സമ്മതിക്കില്ല. ഹേ വൃദ്ധ, നിങ്ങൾ കാണിക്കുന്നത് വിഡിത്തമാണ്. സ്വന്തം ജീവിതം വലിച്ചെറിയുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. എന്റെ ഈ പ്രായത്തിന് ഈ അഭിനയം ചേർന്നത് 90-ാം വയസ്സിൽ മതം മാറിയെന്ന് ചെറുപ്പക്കാരൻ വിചാരിക്കും. ഒരു ചെറിയ നിമിഷം കൂടി ജീവിക്കാൻ വേണ്ടി എന്റെ അഭിനയം മൂലം ഞാനവരെ വഴിതെറ്റിക്കുകയോ എന്റെ വാർദ്ധക്യത്തെ പങ്കിലവും അവമാനമാക്കുകയോ ഇല്ല. പൗരുഷത്തോടെ ഞാൻ എന്റെ ജീവൻ അർപ്പിക്കുകയാണ്. ഇതെന്ന് വാങ്ങി യഹൂദ പരീക്ഷ ഇനി ജീവിച്ചിരിക്കാൻ പാടില്ല. പീഡനയന്ത്രത്തിൽ കിടന്ന് ഇഞ്ചിഞ്ചായി നീ മരിക്കുന്നത് നിന്റെ കൂട്ടർ കാണട്ടെ. സേവകരെ, പീഡനയന്ത്രത്തിന്റെ കൂർത്ത പള്ളികൾക്കിടയിൽ ഇവന്റെ ശരീരം ചിതറി വീഴട്ടെ. യഹോവേ, വേദനയുടെ കാഠിന്യത്തിലും എന്റെ ആത്മാവ് സന്തോഷിക്കുന്നു. കാരണം അങ്ങയോടുള്ള ഭക്തി ഈ സഹനങ്ങളിൽ എന്നെ ശക്തിപ്പെടുത്തുന്നു. തന്റെ ജനത്തിനും വരും തലമുറകൾക്കും തന്റെ മരണത്താൽ ശ്രേഷ്ഠതയുടെ മാതൃകയും ധീരതയുടെ സ്മാരകവും നൽകി എലയാസർ രക്തസാക്ഷിയായി. ക്രൂരമായ പീഡനത്തിനും മരണത്തിനും മുമ്പിൽ നിർത്തുമ്പോഴും അദ്ദേഹത്തിന്റെ ധീരതയും നിശ്ചയദാർഢ്യവും വിശ്വാസത്തിന്റെ ശക്തിയുടെ തെളിവാണ് തലമുറകൾക്ക് മുമ്പിൽ മാതൃകയായി ഇന്നും